നമസ്കാരം. പഴുതടച്ച അന്വേഷണം ഗ്രീഷ്മയുടെ ആത്മവിശ്വാസം തകർത്തു. ഒരു വശത്ത് ഗ്രീഷ്മ ഓരോ കഥകൾ മെനയുമ്പോൾ അത് തകർത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരും. കുറ്റപത്രം പഠിച്ച ശേഷം മെഡിക്കൽ പരിശോധന ഡിപ്പാർട്ട്മെന്റിലേക്കായി ശ്രദ്ധ. കുറ്റപത്രം പഠിച്ച ശേഷം മെഡിക്കൽ പരിശോധന റിപ്പോർട്ടിലേക്കായി ശ്രദ്ധ. പല ഡോക്ടർമാർ ഷാരോണിനെ പരിശോധിച്ചു. ENT മുതൽ സൈക്യാട്രി വിഭാഗം വരെ ചികിത്സയുടെ ഭാഗമായി. ഈ ഡോക്ടർമാരെയെല്ലാം കോടതിയിലെത്തിച്ച് വിശദമൊഴി രേഖപ്പെടുത്തി. പാരഗറ്റ് എന്ന വിഷം ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തി. യൂറോളജിസ്റ്റുകാരുടെ മൊഴിയും നിർണായകമായി. സൈക്കോളജി വിഭാഗവും ചികിത്സയിൽ നിർണായക ഇടപെടൽ നടത്തിയിരുന്നു. വിഷം ശരീരത്തിലുണ്ടാക്കിയ ആഘാതത്തിൽ ഷാരോണിന് മാനസിക പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ആദ്യ ചികിത്സാഘട്ടത്തിൽ ഷാരോൺ ആരോടും ഒന്നും പറഞ്ഞില്ല. ആകെ മാനസികമായി താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു. സൈക്യാട്രി മരുന്നുകളിലൂടെയാണ് ഈ അവസ്ഥ മാറ്റിയെടുത്തത്. അതിനുശേഷമാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഷാരോൺ അച്ഛനോട് പറഞ്ഞത്. അപ്പോഴാണ് ഗ്രീഷ്മയുടെ വീട്ടിലെ കഷായം കൂടി അവർ തിരിച്ചറിഞ്ഞത്. ഈ സൈക്യാട്രി ഡോക്ടറുടെ മൊഴിയും നിർണായകമായി. എന്നാൽ ഒരിക്കൽ പോലും താനാണ് വിഷം നൽകിയതെന്ന് ഗ്രീഷ്മ പറഞ്ഞില്ല. അവസാന നിമിഷം വരെ ഗ്രീഷ്മ പിടിച്ചു നിന്നു. അതേസമയം ഇവിടെ ഗ്രീഷ്മ കാണിച്ച ഒരു മണ്ടത്തരവും കേസിൽ നിർണായകമായി. വിചാരണയ്ക്കിടെ ജഡ്ജിക്ക് ഗ്രീഷ്മ തന്നെ ഒരു കത്തെഴുതി നൽകി. ഷാരോൺ വീട്ടിൽ വന്നെന്നും അതിനുശേഷം താൻ ബാത്റൂമിൽ പോയപ്പോൾ തനിക്ക് കുടിക്കാൻ വിഷം കലക്കിയ കഷായം താൻ അറിയാതെ ഷാരോൺ കുടിച്ചെന്നുമായിരുന്നു ആ കത്തിലെ കുറ്റസമ്മതം. അതായത് ഷാരോൺ കുടിച്ചത് ഗ്രീഷ്മയുടെ വീട്ടിലെ വിഷമാണെന്ന് ഇതോടെ വ്യക്തമാവുകയായിരുന്നു. തനിക്ക് കഴിക്കാൻ വേണ്ടിയാണ് കഷായം ഉണ്ടാക്കിയതും അതിനകത്ത് വിഷം ചേർത്തത് എന്നാണ് ഗ്രീഷ്മ കത്തിൽ പറഞ്ഞത്. ഇതാണ് താൻ അറിയാതെ ഷാരോൺ എടുത്ത് കുടിച്ചത്. അതേസമയം ഇത്രയും ദിവസം ഗ്രീഷ്മ പറഞ്ഞത് വിഷം നൽകിയിട്ടില്ല, വിഷം എവിടെ നിന്ന് വന്നത് തനിക്ക് അറിയില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഈ ഒരു കത്തിലൂടെ ആ ഒരു വിഷത്തിന്റെ കാര്യമെല്ലാം എല്ലാവർക്കും മനസ്സിലായി. അതേസമയം ഇതിനൊപ്പം 11 ദിവസത്തെ ചികിത്സയ്ക്കിടെ മാറി മാറി പലരും ചോദിച്ചിട്ടും വിഷത്തെക്കുറിച്ച് ഗ്രീഷ്മ മിണ്ടിയില്ല. ചികിത്സയെ അത് പ്രതികൂലമായി തന്നെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു അന്ന് ഷാരോൺ മരിച്ചത്. അതായത് ഷാരോൺ മരിക്കണമെന്ന ആഗ്രഹമില്ലായിരുന്നുവെങ്കിൽ തനിക്ക് കുടിക്കാൻ വേണ്ടി വച്ചിരുന്ന വിഷം ഷാരോൺ കുടിച്ചത് പുറത്ത് പറയുമായിരുന്നു. ഈ ഒരു സാമാന്യ യുക്തി കൂടിയായപ്പോൾ എല്ലാം കോടതിയിൽ തെളിഞ്ഞു. അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ടു ബി പ്രൂവ്ഡ് എന്ന പൊതുതത്വം ഗ്രീഷ്മയുടെ കത്തെഴുതലിലൂടെ പ്രോസിക്യൂഷൻ പണി കുറച്ചു. വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള ഡോക്ടർമാരെയും ഫോറൻസിക് വിദഗ്ധരെയും സമീപിച്ച് പാരഗറ്റ് ഡൈ ക്ലോറോഡൈനെ പറ്റി വിശദമായ പഠനം നടത്തിയത് ഈ കേസിൽ നിർണായകമായി മാറുകയും ചെയ്തു. അതേസമയം രാമവർമ്മൻ ചിറയിൽ ഷാരോൺ രാജിന് വിഷം നൽകിയ ആ വീട് ഗ്രീഷ്മയുടെ കുടുംബം കൈവിട്ടു എന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വന്നത്. അടുത്ത ബന്ധുവിന് ആ വീട് ഗ്രീഷ്മയുടെ അമ്മ വിറ്റു. മകളെ വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി വിധി അറിഞ്ഞതു മുതൽ ഗ്രീഷ്മയുടെ അമ്മ അലമുറയിട്ട് നിലവിളിക്കുകയായിരുന്നു. സ്വന്തം വീട് വിറ്റ ഗ്രീഷ്മയുടെ അമ്മ രാമവർമ്മൻ ചിറയിൽ തന്നെയുള്ള തന്റെ കുടുംബ വീട്ടിലാണുള്ളത്. ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷത്തിൽ തടവൊതുങ്ങി. അതുകൊണ്ട് തന്നെ ജാമ്യവും കോടതി അനുവദിച്ചു. അപ്പീൽ കാലം കഴിയും വരെ നിർമ്മലകുമാരൻ നായർക്ക് പുറത്തു തുടരാം. അപ്പീൽ നൽകാതെ 2 കൊല്ലം കൂടി ജയിലിൽ കിടന്നാൽ അമ്മാവന് ശിക്ഷാകാലം കഴിയും. അങ്ങനെ ജയിൽവാസം അനുഭവിച്ചാൽ അത് കോടതി വിധി അംഗീകരിക്കലാകും. ഇത് ഗ്രീഷ്മയുടെ വധശിക്ഷയ്ക്കെതിരായ അപ്പീലിനെ പോലും ബാധിക്കും. അതുകൊണ്ട് അമ്മാവനും തന്റെ ചെറിയ കാലയളവിനുള്ള ശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോകും. വിചാരണ കാലത്ത് 1 കൊല്ലം നിർമ്മലകുമാരൻ നായർ ജയിലിൽ കിടന്നു. അതുകൊണ്ട് തന്നെ 2 കൊല്ലം കൂടി ശിക്ഷ അനുഭവിച്ചാൽ നിർമ്മലകുമാരൻ നായർ ഈ കേസിൽ നിന്ന് സ്വതന്ത്രനാകും. അപ്പോഴും സഹോദരിയുടെ മകളായ ഗ്രീഷ്മയ്ക്ക് വേണ്ടി ഹൈക്കോടതി അപ്പീലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ അമ്മാവനും.